അമ്മേ വാർത്ത ഇവിടെ എത്തിക്കഴിഞ്ഞു. എന്റെ മോനെ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോലെ. എനിക്കൊന്നും പറ്റിയില്ല. നീ കള്ളം പറയുക. സംശയം ഉണ്ടെങ്കിൽ നോക്കണം അമ്മേ. പോണം. കാര്യം പറയുമ്പോൾ തമാശ. ആ ചേട്ടാ സ്വകാര്യം. എന്താ? അങ്ങോട്ടിരുന്നേ ഞാൻ പറയാം. ഞാനിവിടെ നിന്നോളാം, നീ പറഞ്ഞാൽ മതി. ചേട്ടാ നാളെ മുതൽ ചേട്ടൻ പുറത്തേക്ക് പോണ്ട. പിന്നെ ഈ ഉദ്യോഗം ചേട്ടന് വേണ്ടെന്ന്. ഓ കൊള്ളാം. ആട്ടെ, ഇത് നിന്റെ അഭിപ്രായമോ അതോ അമ്മ പറഞ്ഞ് പറയിപ്പിച്ചതോ? എന്ത് അല്ലടാ, എന്റെ അമ്മ തന്നെ വെച്ചു. എന്താ നീ സമ്മതിക്കുന്നില്ലേ? ഇല്ല അമ്മേ. എന്നാ ഞാൻ സമ്മതിക്കുന്നില്ല. ചേടാ കുഴഞ്ഞല്ലോ. അമ്മേ, കടലിനെ പേടിയില്ലാത്തവർ തിരമാലെ പേടിക്കുന്നു. ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നു, എന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിയില്ല അമ്മേ. അതല്ല ചേട്ടാ, അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. അനിയത്തി, ഈ ഭൂമിയിൽ ഇത്ര വർഷം ജീവിച്ചിരുന്നതാണെന്ന് ഞാൻ ആർക്കും തിരഞ്ഞു കൊടുത്തിട്ടില്ല. എന്നെപ്പോലെ ഒരാൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാം. അത് കണ്ട് വിരണ്ടോടുന്നത് ഭീരുക്കളാണ്. നിന്റെ ചേട്ടൻ ഭീരുവിനെ പോലെ തീരുമാനം എനിക്ക് ഇഷ്ടമാണ്. പറയൂ, നീ പഠിച്ചവളല്ലേ? ആ സമ്മതിച്ചല്ലോ. ആ നീ ഒരു അതുകൊണ്ട് അമ്മ ഞാൻ പറഞ്ഞ സമ്മതിപ്പിച്ചോളാം. അമ്മേ വരൂ അമ്മേ.